സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബാലകൃഷ്ണൻ പുത്തൂർ. എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ ഓരോ മനുഷ്യനും നിമിഷം തോറും സുഖഭോഗങ്ങൾ തേടി പരക്കം പായുകയാണ്. നേടിയ സുഖഭോഗങ്ങൾ ശാശ്വതമാണോ? ഒന്നും ശാശ്വതമല്ല. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ വന്യസന്തപ്ത ലോകസ്തംഭുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. മനുഷ്യൻ ഓരോ നിമിഷവും തേടുന്ന ഭോഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ രാമായണം പറയുന്നത്. എല്ലാ ഭോഗങ്ങളും ക്ഷണനേരത്തേക്കു മാത്രമേ ഉള്ളൂ. ക്ഷണം എന്നാൽ ഒരു സെക്കൻഡിന്റെ 18ൽ ഒരംശമാണ്. അത്രയേ ഉള്ളൂ ഭോഗങ്ങളുടെ നിലനിൽപ്പ്. എന്നാൽ ഭോഗങ്ങൾ തേടി പായുമ്പോൾ ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയുസ്സിനെ കുറിച്ച് അറിയുന്നില്ല. ചുട്ടുപഴുത്ത ഏതെങ്കിലും ഒരു ലോഹത്തിന്റെ മുകളിലേക്ക് വീഴുന്ന വെള്ളത്തുള്ളി പോലെ ഏത് നിമിഷവും ഇല്ലാതെയാകുന്നതാണ് ഈ മനുഷ്യജീവിതം. എന്നാൽ ഈ സത്യം മാത്രം നമ്മൾ അറിയുന്നില്ല. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. ഒരു പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള അതിന്റെ മുന്നിലൂടെ പോകുന്ന പ്രാണികളെ പിടിക്കാൻ നോക്കും. എന്നാൽ ഈ തവള അറിയുന്നില്ല താൻ ഇപ്പോൾ പാമ്പിന്റെ വായിലാണ് ഉള്ളതെന്ന്. അതുപോലെയാണ് മനുഷ്യന്റെയും അവസ്ഥ. കാലാഹിന പരിഗ്രസ്തമാം ലോകവും അഹി പാമ്പ് കാലമാകുന്ന പാമ്പിന്റെ വായിലാണ് ഉള്ളതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെ മനുഷ്യൻ ഭോഗങ്ങൾ തേടി അലയുകയാണ്. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കനീ പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. ഇന്ന് ഭാര്യയും ഭർത്താവും മക്കളുമെല്ലാം കൂടെയുണ്ട്. എത്ര കാലം എല്ലാവരും കൂടെ ഉണ്ടാകും? മനുഷ്യന്റെ കണ്ണ് തുറപ്പിക്കുന്ന വരികളാണിത്. ഒരന്തി തങ്ങുവാൻ വേണ്ടി പല ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരു വഴിയമ്പലത്തിൽ തങ്ങി നേരം വെളുക്കുമ്പോൾ വന്നവരെല്ലാം വന്ന വഴിക്ക് പിരിഞ്ഞു പോകുന്നു. അതുപോലെ ഭാര്യയായും ഭർത്താവായും മക്കളായും ഒരു ജന്മത്തിൽ വന്നു ചേർന്നു. തിരിച്ചു പോകേണ്ട സമയമാകുമ്പോൾ തിരിച്ചു പോകുന്നത് പോലെയാണ് ഓരോ ബന്ധങ്ങളും. ഇതിനേക്കാൾ ലളിതമായി ഈ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം, ആയുസ്സു പോകുന്നതേതുമറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. ഇന്ന് നല്ല സമ്പത്തുണ്ട്, നാളെ ഈ സമ്പത്ത് കൂടെ ഉണ്ടാകണമെന്നില്ല. ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മെ കൊണ്ടുപോകുന്നത് ശ്മശാനത്തിലേക്കാണെന്ന് അറിയണം. നമ്മളൊക്കെ മായാലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആയുസ് പോകുന്നത് അറിയാത്തത്. ഈ തിരിച്ചറിവാണ് നാം നേടേണ്ടത്. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബാലകൃഷ്ണൻ പുത്തൂർ.